മലപ്പുറം പൊന്നാനിയിൽ കടലാക്രമണം. പാലപ്പട്ടിയിൽ നിരവധി വീടുകൾ കടലെടുത്തു. സമീർ ബിൻ കരീം മലപ്പുറം ചെയ്തു. സമീർ, വടക്കൻ കേരളത്തിലടക്കം വലിയ മുന്നറിയിപ്പുകളുണ്ട്. ഈ മഴക്കെടുതി ഉലയുകയാണ് ജനത. എന്താണ് മലപ്പുറത്തെ സ്ഥിതിവിശേഷം, വിവരങ്ങൾ? സുഹൈൽ, മലപ്പുറത്ത് മഴയില്ലെങ്കിലും പക്ഷേ കടലാക്രമണം രൂക്ഷമാണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനി പാലപ്പെട്ടിയിലാണ്. 2 വീടുകൾ പൂർണ്ണമായും ഇവിടെ കടലെടുത്തിരിക്കുകയാണ്. 5 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. കടൽ പ്രക്ഷുബ്ധമാണ്. ഈ തിരമാല അതിരൂക്ഷമായ പവറോടുകൂടി ഈ കരയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി തെങ്ങുകൾ കടപുഴകി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ഒരു വീട് ഭാഗികമായി തകർന്നിരിക്കുകയാണ്. ഏത് നിമിഷവും ഈ വീട് നിലംപൊത്തുന്നൊരവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ അടിത്തറമൊക്കെ തന്നെ ഈ കടലെടുത്ത് കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടലാക്രമണം രൂക്ഷമായതിനെ തുടർന്നാണ് ഇവിടെയൊക്കെ തന്നെ ഒരു അപകട ഭീഷണിയിലേക്ക് മാറിയിരിക്കുന്നത്. പല ആളുകളും ബന്ധു വീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീട്ടിൻ്റെ ഉടമകളും നാട്ടുകാരും ഒക്കെ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയ പ്രയാസമാണല്ലോ ഇവിടെ. വലിയ പ്രയാസമാണ്. ഞങ്ങൾ 10 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണിത്. ഈ 10 വർഷങ്ങളിൽ കാലവർഷങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ അധികാരികളും വേണ്ടപ്പെട്ടവരും വരും, അന്വേഷിക്കും, പോകും. അതല്ലാതെ കണ്ടിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. പിന്നെ കോടികൾ ചെലവഴിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കോടികളെ കണക്കും അറിയണ്ട, കോടികൾ എന്താക്കിയെന്നും അറിയണ്ട. നിങ്ങളിവിടെ 7 മാസം മുന്നേ 8 മാസം മുന്നേ ഇവിടെ ഇടാനുള്ള കല്ലുകൾ കൊടുന്നിച്ച് ഈ കിഴക്കേ ഭാഗത്ത് നിരത്തി അട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇവിടെ ഇടാത്തത്? അത് ഇട്ടായിരുന്നെങ്കിൽ ഇത്രയും വീടുകൾ ഇവിടെ നഷ്ടപ്പെടുമായിരുന്നില്ല. കടൽ ഭിത്തി ഇല്ലാത്തതാണ് പ്രശ്നം അല്ലേ? കടൽ ഭിത്തി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. 15 വർഷം മുന്നേ ഇവിടെ കടൽ ഭിത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നതിൻ്റെ ശേഷവും ശക്തമായ ഈ കടൽക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കടൽ ഭിത്തിയുള്ള ധൈര്യമുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് കടൽ വന്നിട്ടില്ല. ഈ കടൽ ഭിത്തി തകർന്നതിൻ്റെ ശേഷമാണ് 10 വർഷത്തിൻ്റെ ശേഷം. 5 വർഷം വരെ കടൽ ഭിത്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തകർന്നു. പിന്നെ 10 വർഷമായിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. അധികാരികൾ വർഷാവർഷം വരും, നോക്കും, പോവും എന്നല്ലാതെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരമില്ല. ബാക്കി ഇവർ പറയും. ഇപ്പോൾ വീടുകൾ പലതും തകർന്നു കഴിഞ്ഞു, ചിലത് തകരാൻ നിൽക്കുന്നു. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ടുണ്ട് കടൽ ഭിത്തി നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ ഇവിടെ കൊടുന്നിട്ടിട്ട്. ഒരു 100 മീറ്റർ മാറിയിട്ട് കല്ലുകൾ കൊടുന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് ആ കൊടുന്നിട്ട കല്ലെങ്കിലും ഇവിടെ കൊടുന്നിടായിരുന്നെങ്കിൽ ഇത്രയും വീടുകൾ നഷ്ടപ്പെടില്ലായിരുന്നു. ഇത്തവണ ഇപ്പോൾ ഭയങ്കര രൂക്ഷമാണോ? വളരെ രൂക്ഷമാണ്. ഇന്നലെ വളരെ ശക്തമായിരുന്നു കടൽ. ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടുത്തെ പഞ്ചായത്ത് റോഡുകളുടേതും. ഇതേ സമാനമായ അവസ്ഥ തന്നെയാണ്. ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു പഞ്ചായത്ത് അധികാരികളോ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ ഒരാളും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടുത്തെ ഈ തീരദേശ മേഖലയിലുള്ള ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് നടന്നു പോകാൻ മഴക്കാലം ആണല്ലോ. ഇപ്പോൾ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു നിന്നിട്ട് ചെറിയ കാനകൾ നിർമ്മിച്ചിട്ടുണ്ട്. അശാസ്ത്രീയമായ രീതിയിൽ കാനകൾ നിർമ്മിച്ചിട്ട് വെള്ളമൊന്നും പോവാതെ മുഴുവൻ വെള്ളം കടലിലേക്ക് വന്ന് ചേർന്ന് കടൽ ശക്തമാവുന്നതുകൂടെ കടപ്പുറത്തുള്ള ആളുകൾക്ക് ശരിക്കും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഇവരുടെ വീടുകളെ ഒന്ന് മാറ്റി പാർപ്പിക്കാൻ ഒരു സഹായം ഇന്ന് വരെ സർക്കാരിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഇതുവരെ കിട്ടിയിട്ടില്ല. അവരെ നമ്മുടെ ഈ അയൽവാസികളെല്ലാവരും ചേർന്ന് അവരെ ബന്ധുവീടുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവരെ അവിടെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ. ഇത് വർഷാവർഷം ഇവിടെ ഈ കടലാക്രമണം നടക്കുന്നു. അധികാരികൾ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. പക്ഷേ ഒരുവിധം നടപടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല. സ്വന്തം നിലക്കുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. വളരെ അസ്വസ്ഥരാണ്. ജോലിയില്ലാത്തതിൻ്റെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് കിടപ്പാടം വരെ ഈ കടലെടുത്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് വളരെ സങ്കടകരമായ വസ്തുത. സുഹൈൽ, എന്തായാലും ആ മനുഷ്യർക്ക് മഴക്കാലം എന്ന് പറഞ്ഞാൽ കെടുതിക്കാലമാണ്. കടലൊന്ന് ക്ഷോഭിച്ചാൽ, മഴയൊന്ന് കനത്താൽ ഉള്ളതെല്ലാം കയ്യിലെടുത്ത് മറ്റിടത്തേക്ക് ഓടേണ്ടി വരുന്ന ജനതയുടെ ജീവിതം കൂടിയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. എന്തായാലും ശാശ്വതമായ പരിഹാരങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറേണ്ടതുണ്ട്. സമീറാണ് വിശദാംശങ്ങൾ നൽകിയത്.